ശ്രീമതി ലാലി വിൻസൻ, ഈ ചർച്ചയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയാൽ എങ്കിലും രമേശ് ചെന്നിത്തല തൃപ്തനാകുമായിരുന്നു. ഇപ്പോൾ വി വി പ്രകാശ് സൂചിപ്പിക്കുന്നത് പോലെ കുറ്റം ഹൈക്കമാൻഡിന്റെ തലയിൽ ചുമത്തുകയാണോ എ ഗ്രൂപ്പ്? വി വി പ്രകാശ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഞാനിതിന് പാർട്ടി മീറ്റിങ്ങിലാണ് കറക്റ്റായി ഉത്തരം നൽകേണ്ടത്. എങ്കിലും ശ്രോതാക്കളുടെ അറിവിലേക്ക് വേണ്ടി ഇതിനൊരു ഉത്തരം പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമാണ്. സാധാരണഗതിയിൽ ഭരണഘടനാപരമായി ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ കീഴിലുള്ള MLA-മാരിൽ നിന്ന് ആരെ വേണമെങ്കിലും മന്ത്രിമാരായി എടുക്കാം, ഒപ്പം തന്നെ വകുപ്പുകളും നൽകാം. ഹൈക്കമാൻഡിനെ അറിയിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ്? ഹൈക്കമാൻഡിൻ്റെ കീഴിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകം നിൽക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൈക്കമാൻഡിൻ്റെ അനുവാദം വാങ്ങിയാൽ മതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അല്ല പറഞ്ഞോളൂ പ്രകാശ്. അല്ല, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. അങ്ങനെയെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടി നടപടിക്രമങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. ശ്രീ വി വി പ്രകാശ് അങ്ങനെ ഏതെങ്കിലും ഒരു MLA അല്ല. ക്ഷമിക്കണം ലാലി വിൻസെന്റ്. വി വി പ്രകാശിലേക്ക്. ശ്രീ വി വി പ്രകാശ്, രമേശ് ചെന്നിത്തല അങ്ങനെ വെറുമൊരു MLA അല്ല, KPCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട വകുപ്പ് ഏത് എന്ന് ഹൈക്കമാൻഡിനോട് ചോദിച്ച് തീരുമാനിക്കേണ്ട അവസ്ഥയുണ്ടോ ഉമ്മൻചാണ്ടിക്ക്? ആദ്യം തന്നെ ഈ ചർച്ചയിൽ ഉടനീളം പിൻവലിക്കപ്പെടേണ്ട ഒരു പദത്തിന്റെ ഉപയോഗം ഉണ്ടാവുന്നു, അക്കോമഡേഷൻ. രമേശ് ചെന്നിത്തലയുടെ കേരള രാഷ്ട്രീയത്തിലെ പദവി അക്കോമഡേഷൻ എന്ന പദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവരുത്. അതാണ് അദ്ദേഹത്തിന് അപമാനകരം. കേരളത്തിലെ കോൺഗ്രസിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന യുവജന വിദ്യാർത്ഥി രംഗത്തിലൂടെ ഉയർന്നു വന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി അക്കോമഡേഷൻ എന്ന പദത്തിനെന്ത് പ്രസക്തിയാണുള്ളത്? അദ്ദേഹത്തെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കെട്ടുറപ്പോടുകൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ. തിരിച്ചുവരാം ലാലി വിൻസെന്റിലേക്ക്. ശ്രീമതി ലാലി വിൻസെന്റ്, അക്കോമഡേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ച് പോലും രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്തരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ട് എ ഗ്രൂപ്പുകാർക്ക്. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. വി വി പ്രകാശൻ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിൻ്റെ അനുവാദം മതിയെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഞാൻ എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന വകുപ്പ് നൽകി അദ്ദേഹത്തെ ഞാൻ മന്ത്രിയാക്കുന്നു, ഹൈക്കമാൻഡ് സമ്മതിക്കണം എന്ന്. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അദ്ദേഹത്തിന് ഹൈക്കമാൻഡിനോട് പറഞ്ഞ് ഹൈക്കമാൻഡിന്റെ സമ്മതം വാങ്ങി മന്ത്രിയാക്കാമായിരുന്നല്ലോ. KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. ശ്രീ വി വി പ്രകാശ്, രമേശ് ചെന്നിത്തലയാണ് KPCC പ്രസിഡന്റ്. ക്ഷമിക്കണം ലാലി വിൻസൻ. വി വി പ്രകാശ്, രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനിയും അപമാനിതരാകാൻ താനില്ല എന്നാണ്. ഇതിനർത്ഥം മറ്റെന്താണ്? അങ്ങനെ അദ്ദേഹം പറഞ്ഞോ എന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമ്മുടെ മുൻപിലുണ്ടല്ലോ. സോണിയാഗാന്ധിയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അനുവാദമാണ് ചോദിച്ചത്. അതാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന പദം പ്രയോഗിക്കുമ്പോൾ രമേശ് ചെന്നിത്തല മറ്റെന്താണ് അർത്ഥമാക്കുന്നത്? ശ്രീ വി പ്രകാശ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയെ കൂടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് വാങ്ങിയതിനു ശേഷം പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണല്ലോ. ഈ ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി കോർണർ ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളുമായി മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നു. സോളാർ കേസുകളെ കുറിച്ച് നമുക്കറിയാം. സ്വകാര്യ വ്യക്തികൾ തമ്മിലുണ്ടായ തട്ടിപ്പിടപാടുകളെക്കുറിച്ച് ഉയർന്ന പരാതികളിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാനും രാജിവെപ്പിക്കാനും ഉള്ള നീക്കങ്ങളുമായി മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ മാത്രം വ്യക്തി കേന്ദ്രീകൃതമായി? ലാലി വിൻസെന്റ്, ഈ പറയുന്നത് പോലെ സർക്കാർ ഒരു പ്രതിസന്ധി നേരിടുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ സഹകരിക്കുന്നതിന് പകരം സർക്കാരിനെ ആകെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന നിലപാടുകൾ എടുക്കപ്പെടുന്നുണ്ടോ? അത്തരത്തിലാണെങ്കിൽ അതെടുക്കുന്നത് ഐ ഗ്രൂപ്പാണോ, അതോ രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തുന്നതിൽ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന എ വിഭാഗമാണോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വളരെ മാന്യതയുള്ള ആളും വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ വളരെ നന്മയുള്ള ആളുമാണ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ നന്മകൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ ഗ്രൂപ്പ് പറയാൻ പാടില്ല, എ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് എന്നിങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, പാർട്ടി ഘടകങ്ങളിൽ വേണ്ടതായ രീതിയിൽ ചർച്ചകളുണ്ടായി ഒരു തീരുമാനം എടുത്തിട്ട് വേണമായിരുന്നു മറ്റുള്ള ഘടകകക്ഷികളോട് ആശയവിനിമയം ചെയ്യാനും ഹൈക്കമാൻഡിനെ കാണാനും. ആരെയാണ് വിളിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒന്നാമനായ KPCC പ്രസിഡന്റിനെ ആരാണ് വിളിക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ തലവനായ ഒന്നാമനായ മുഖ്യമന്ത്രി. രണ്ട് ഒന്നാമന്മാർ തമ്മിൽ ഭരണം പങ്കിടേണ്ട സാഹചര്യത്തിൽ ആരെ എവിടെ ഇരുത്തണമെന്ന കാര്യത്തിൽ പരസ്പരമുള്ള ബഹുമാനം നിലനിർത്തി പ്രസിഡന്റിന് നൽകേണ്ട ബഹുമാന്യത നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. ശ്രീ ഗോപകുമാർ, ഇവിടെ ലാലി വിൻസെന്റ് സൂചിപ്പിക്കുന്നത് പോലെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒന്നാമനാണ്. ആ ഒന്നാമനെ മന്ത്രിസഭയിലേക്ക് ആനയിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞില്ലെങ്കിലും ഹൈക്കമാൻഡിന് ഇത് സാധിക്കണമായിരുന്നു. കൃത്യമായ ഗ്രഹപാഠത്തോടെ കൃത്യമായ അജണ്ടകൾ വെച്ച് ചർച്ചകൾ നടത്തണമായിരുന്നു. നമുക്കറിയാം, അഹമ്മദ് പട്ടേലിനെ പോലുള്ളവർ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാണ്. അദ്ദേഹത്തെ പോലുള്ളവരാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത്. എന്നിട്ടും ഇതിനെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല എങ്കിൽ മറ്റെവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ലേ? ഇത് ഈ വിവാദം മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ അറിയുകയും ഒരുപക്ഷെ അതിൽ ഇടപെടാൻ വൈമുഖ്യം കാണിച്ചിരിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ നിരീക്ഷണം അതാണ്. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, ദേശീയപരമായ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നീറുന്ന പ്രശ്നങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പ്രശ്നം അത്ര വലുതല്ല എന്ന് ഹൈക്കമാൻഡിന് തോന്നിയിരിക്കാം. പലപ്പോഴും ഇക്കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പാകുക എന്നുള്ള മട്ടിൽ താഴോട്ട് പറഞ്ഞു വിടുന്ന ഒരു രീതിയായിരുന്നു ആദ്യമൊക്കെ. അല്ലാതെ വളരെ അസേർട്ട് ചെയ്ത് ഈ രീതിയിൽ പോകണമെന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിക്റ്റേറ്റർ സ്റ്റൈല് ഇവിടെ ഹൈക്കമാൻഡ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഉണ്ടാകുന്നത് ശരിയുമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് താഴോട്ട് വിട്ടപ്പോൾ, KPCCയിലേക്ക് വിട്ടപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വിട്ടപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ സിസിലിയും പ്രകാശും തമ്മിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസം പോലെ തന്നെ പരസ്യമായ വിഴുപ്പലക്കുകൾ സംഭവിക്കുകയും അതിൻ്റെ ഫലമായി പാർട്ടിയുടെ യശസ്സും അതിൻ്റെ പ്രതിച്ഛായയും നഷ്ടപ്പെടുകയും സമൂഹത്തിന് മുമ്പാകെ എത്തുന്നൊരു സാഹചര്യം എത്തിയാൽ നിരീക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന്. രണ്ട്, ഘടകകക്ഷികൾ തമ്മിലുള്ളൊരു യോജിപ്പ്, ആ ഘടകകക്ഷികൾ തമ്മിലുള്ളൊരു യോജിപ്പ് ഇക്കാര്യത്തിൽ കുറവായിരുന്നു. അതിനകത്തും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അതിലേക്കൊന്നും ഇനി വീണ്ടും പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനവും ബാക്കി അതേപോലെ തന്നെ ഹൈക്കമാൻഡ് ഒരുപക്ഷെ ബുദ്ധിമുട്ടുന്ന വറി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരെ ഘടകകക്ഷി നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചാൽ ഒന്ന്, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം വേണം ജോസ് കെ മാണിക്ക് എന്നുള്ള ഡിമാൻഡ് വരും. അപ്പോൾ ഇതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും. ആ മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ആവശ്യം വരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിലേക്ക് തീരുമാനം വിട്ടുകൊടുക്കാൻ പലപ്പോഴും ഗോപകുമാർ, അവസാനമായി വളരെ ചുരുക്കി ഒറ്റ കാര്യം, കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാൻ പോകുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ആണല്ലോ, അത് വളരെ വ്യക്തമാണല്ലോ. അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ചുമതലയാണ്. വളരെയധികം നന്ദി ശ്രീ ജി ഗോപകുമാർ, VV പ്രകാശ്, ലാലി വിൻസെന്റ് ഈ ചർച്ച